ഈ വിത്തുകൾ രക്തത്തെ ശുദ്ധീകരിക്കുന്നു. ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ, ഹൃദ്രോഗങ്ങൾ എന്നീ വിട്ടുമാറാത്ത അസുഖങ്ങളെയെല്ലാം ശരീരത്തിൽ അല്പം സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇല്ലാതാക്കാം. കുരുമുളക്. ഇവിടെ അമേരിക്കയിൽ മുളകിനെയും പെപ്പർ എന്ന് വിളിക്കുന്നു. പച്ചമുളകല്ല, കുരുമുളക്. കറുത്ത ഉരുണ്ട മുളക്, കുരുമുളക്. അത് വളരെ ഉയർന്ന പ്രാണശക്തിയുള്ളതാണ്. അത് ശരിയായി ഉപയോഗിക്കാൻ അറിയുമെങ്കിൽ നിങ്ങളുടെ ധമനികൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ അത് വലിയ പങ്ക് വഹിക്കും. എല്ലാ സുഗന്ധവ്യഞ്ജനങ്ങളും ഉയർന്ന പ്രാണശക്തിയുള്ളതാണ്, എന്നാൽ അവ ചെറിയ അളവിൽ ഉപയോഗിക്കണം. നിങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ കൂടുതൽ അളവിൽ ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയ്ക്കും. അത് വിളർച്ചയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ചെറിയ അളവിൽ അത് നല്ലതാണ്. അത് വളരെ ഉയർന്ന പ്രാണശക്തിയുള്ളതാണ്. നിങ്ങളുടെ ആഹാരത്തിൽ 30% പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തിയാൽ ഹൃദ്രോഗങ്ങൾ, അതായത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് കാണിക്കുന്ന ഗണ്യമായ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. പ്രമേഹം, രക്തസമ്മർദ്ദം, കരൾ പ്രശ്നങ്ങൾ, വൃക്കരോഗങ്ങൾ എന്നിവയ്ക്കും ഇതേ കാര്യം ബാധകമാണ്. ഇവയെല്ലാം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. പഴവർഗ്ഗങ്ങൾ നമ്മുടെ ആഹാരക്രമത്തിന്റെ പ്രധാന ഭാഗമായി മാറണമെന്ന് കാണിക്കുന്ന ധാരാളം പഠനങ്ങളുണ്ട്. ഒരു കാലത്ത് നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ എവിടെ നിന്നും പഴങ്ങൾ പറിച്ചു കഴിക്കുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് ഒരു പഴം അങ്ങനെ പറിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അവ എവിടെയും കാണുന്നില്ല. അവർ അത് കാണുന്നത് വിപണിയിൽ മാത്രമാണ്. അതുകൊണ്ട് ഇത് മാറണം. നമ്മുടെ ആഹാരക്രമത്തിലേക്ക് പഴങ്ങളെ തിരികെ കൊണ്ടുവരണം. മുളപ്പിച്ച ഉലുവ അഥവാ മേത്തി എന്നറിയപ്പെടുന്ന ഈ വിത്തുകൾ മികച്ച രക്തശുദ്ധീകരണ ഗുണമുള്ളവയാണ്. പ്രോട്ടീന്റെയും വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും നല്ലൊരു ഉറവിടമാണിത്. മുലയൂട്ടുന്ന അമ്മമാർക്ക് ഇത് വളരെ നല്ലതാണ്. മുടിയുടെയും നഖത്തിൻ്റെയും വളർച്ചയ്ക്ക് നല്ലതാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു. മുളപ്പിച്ച ഉലുവ അല്ലെങ്കിൽ മേത്തിയും മുളപ്പിച്ച ചെറുപയറും ചേർന്നത് ബുദ്ധിക്ക് വളരെ വളരെ നല്ലതാണ്. 50 വയസ്സിന് മുകളിലുള്ളവർ ഇത് ദിവസവും കഴിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ അറിയാതെ പതുക്കെ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇതാണ് കറുപ്പ് കവനി അരി അഥവാ കറുത്ത കവനി നെല്ല് അല്ലെങ്കിൽ അരി. ഇതൊരു അപൂർവതരം അരിയാണ്. അത്യന്തം പോഷകസമൃദ്ധമാണ്. ഒരു കാലത്ത് രാജാക്കന്മാർ മാത്രമേ ഇത് കഴിക്കാവൂ എന്ന് പറയപ്പെട്ടിരുന്നു. കറുത്ത കവനി അരി നിരവധി പോഷകങ്ങളുടെ നല്ലൊരു ഉറവിടമാണ്, പ്രത്യേകിച്ച് പ്രോട്ടീൻ, ഫൈബർ, ഇരുമ്പ് എന്നിവയുടെ. ചില പഠനങ്ങൾ കാണിക്കുന്നത് കറുത്ത കവനി അരിയിൽ 23 തരം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിരിക്കുന്നുവെന്നും എല്ലാ അരി ഇനങ്ങളിലും വെച്ച് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് പ്രവർത്തനം ഇതിനാണെന്നുമാണ്. ഇത് ഹൃദ്രോഗത്തിൽ നിന്ന് സംരക്ഷണം നൽകാൻ സഹായിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ വീക്കം കുറയ്ക്കുന്ന ക്യാൻസർ വിരുദ്ധമായ സ്വഭാവങ്ങൾ ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യരിലെ സ്തന അർബുദ കോശങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഈ അരി ദിവസം ഉപയോഗിക്കുന്നത് സ്തനാർബുദം പടരുന്നത് മന്ദഗതിയിലാക്കും. അങ്ങനെ ഇതിന് അനേകം ഗുണങ്ങളുണ്ട്. മനുഷ്യരോഗങ്ങൾ 2 വ്യത്യസ്ത തരത്തിലാണുള്ളത്. പകർച്ചവ്യാധികളും ദീർഘകാല രോഗങ്ങളുമുണ്ട്. പകർച്ചവ്യാധികൾ ശരീരത്തിന് സംഭവിക്കുന്നു. ഒരു ബാഹ്യജീവി ശരീരത്തിൽ കടന്നുകൂടി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് മരുന്നുകൾ കൊണ്ട് നേരിടേണ്ടതുണ്ട്. എന്നാൽ ദീർഘകാല രോഗമെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ശരീരം തന്നെയാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത്. രോഗം ശരീരത്തിനുള്ളിൽ തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ്. ദീർഘകാല രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ, ആസ്മ, അലർജികൾ, അമിതവണ്ണം, ഭക്ഷണക്രമക്കേടുകൾ തുടങ്ങിയവ അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. നമ്മൾ ആരാണെന്നതിൻ്റെ ഏറ്റവും ആന്തരികമായ മാനത്തിലേക്ക് ഒരു നിശ്ചിത അളവിൽ ശ്രദ്ധ നൽകാൻ തയ്യാറാണെങ്കിൽ ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനും കഴിയുന്നതാണ്. ശരീരത്തിലൊരു നിശ്ചിത സന്തുലിതാവസ്ഥ കൊണ്ടുവരികയും ആന്തരിക ഊർജ്ജത്തിലൊരു നിശ്ചിത നില സജീവമാക്കുകയും ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ മാറ്റാൻ കഴിയും. ഇന്നർ എഞ്ചിനീയറിംഗ് പ്രക്രിയ ഇതിനെക്കുറിച്ചാണ്. നമ്മുടെ ഉള്ളിലെ ബുദ്ധിയുടെയും കഴിവിൻ്റെയും ഏറ്റവും ആഴത്തിലുള്ള മാനത്തിലേക്ക് പ്രവേശനം കണ്ടെത്തുക. അത് ഈ ശരീരത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ്. ഈ ശരീരത്തെ സൃഷ്ടിക്കുന്നത് എന്ത് തരം വസ്തുക്കൾ കൊണ്ടാണ്? നിങ്ങൾ ഒരു കഷ്ണം റൊട്ടി കഴിച്ചാൽ
അത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ മനുഷ്യ ശരീരമായി മാറുന്നു. അതുകൊണ്ട് ബുദ്ധിയുടെയും കഴിവിൻ്റെയും ആ മാനം ഇതിനുള്ളിലുണ്ട്. നിങ്ങൾ അതിലേക്കുള്ള വഴി കണ്ടെത്തിയാൽ ആരോഗ്യത്തിനായി പിന്നെ നിങ്ങൾ അധ്വാനിക്കേണ്ടി വരില്ല. ഇതെന്താണെന്നറിയുമോ? ഇതിനെ രുദ്രാക്ഷം എന്നാണ് വിളിക്കുന്നത്. ഒരു വിത്തെന്ന നിലയിൽ ഈ മരം പ്രധാനമായും വളരുന്ന ഒരു നിശ്ചിത ഉയരത്തിലാണ്. ഹിമാലയ മേഖലയിൽ ഏകദേശം 6500 മുതൽ 12000 അടി വരെ ഉയരത്തിലാണ് രുദ്രാക്ഷം വളരുന്നത്. ഇതിന് വളരെ വ്യത്യസ്തമായ കമ്പനങ്ങളുണ്ട്. ഇത് നിങ്ങളുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും നിങ്ങളുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും ചെയ്യും. വിവിധ തരം രുദ്രാക്ഷങ്ങളുണ്ട്. ഒറ്റമുഖമുള്ള രുദ്രാക്ഷം മുതൽ 21 മുഖങ്ങൾ വരെയുള്ളത്. ഇവ പ്രത്യേകം ആവശ്യങ്ങൾക്കുള്ളതാണ്. കുടുംബ സാമൂഹിക സാഹചര്യങ്ങളുള്ള ആളുകൾക്ക് ധരിക്കാൻ ഏറ്റവും നല്ലത് എപ്പോഴും 5 മുഖമുള്ള രുദ്രാക്ഷമാണ്. ഇവയെ പഞ്ചമുഖി എന്നാണ് വിളിക്കുന്നത്. 5 മുഖമുള്ള രുദ്രാക്ഷം നിങ്ങൾ നോക്കിയാൽ അതിൽ ചെറിയ ചാലുകൾ കാണാൻ. നിങ്ങൾക്ക് മുഖങ്ങൾ എണ്ണാം. 5 മുഖമുള്ള രുദ്രാക്ഷമാണ് ഏറ്റവും നല്ലത്.